പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. ഇറാൻസ് ആർമഡ് ഫോഴ്സസ് ഇഷ്യൂഡ് എ ഡയറക്റ്റ് വാർണിംഗ് ടു ദി പേർഷ്യൻ ഗൾഫ് അറബ് കൺട്രീസ്. അറബ് രാഷ്ട്രങ്ങൾക്ക് ഡയറക്റ്റായി ഒരു ശക്തമായ വാർണിംഗ് ആണ് ഇപ്പോൾ ഇറാന്റെ IRGC നൽകിയിരിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഗൾഫ് രാഷ്ട്രങ്ങൾ, പ്രത്യേകിച്ച് GCC രാഷ്ട്രങ്ങൾ പ്രധാനമായി പറയുന്നത്, ഞങ്ങൾ ഒരിക്കലും ഇറാനെ ആക്രമിക്കാൻ അമേരിക്കക്ക് ഞങ്ങളുടെ വ്യോമ അല്ലെങ്കിൽ ഗ്രൗണ്ട് ഇതൊന്നും ഞങ്ങൾ നൽകുകയില്ല. അമേരിക്ക ഒരിക്കലും ഞങ്ങളുടെ വ്യോമതലങ്ങളോ മറ്റോ ഉപയോഗിക്കാൻ പാടില്ല. ഇത് കൃത്യമായി അവർ പ്രസ്താവനയിലൂടെ നടത്തുകയാണ്. പക്ഷെ അത് ഉണ്ടാകുമ്പോൾ തന്നെ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ അവരുടെ വ്യോമ മേഖലകൾ ഉപയോഗിക്കുന്നു, അവരുടെ ചില ബേസുകൾ ഉപയോഗിക്കുന്നു എന്നാണ് ഇറാൻ പറയുന്നത്. അത്തരം ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനവർ എടുത്തു പറയുന്ന കാര്യം, പ്രത്യേകിച്ച് ആകാശത്ത് വെച്ച് ഇന്ധനം നിറക്കാൻ ഉപയോഗിക്കുന്ന അമേരിക്കയുടെ വിമാനങ്ങൾ, യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം നിറക്കുന്ന ഈ വിമാനങ്ങൾ, ഇത് ഗൾഫ് രാഷ്ട്രങ്ങളുടെ വ്യോമ മേഖലകളിൽ വെച്ച് ഇന്ധനം നിറക്കുന്നു, അമേരിക്കൻ ഇസ്രായേൽ യുദ്ധവിമാനങ്ങളെ സഹായിക്കുന്നു. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു സഹായം അവരുടെ വ്യോമതലങ്ങളിലോ അവരുടെ ഗ്രൗണ്ടിൽ നിന്നോ ഉണ്ടാവുകയാണെങ്കിൽ അത് അമേരിക്കക്ക് സപ്പോർട്ട് നൽകുന്നതായി ഞങ്ങൾ കണക്കാക്കും. അതിൽ നിന്ന് അവർ പിന്തിരിയാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ തിരിച്ചടി ഈ രാഷ്ട്രങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നാണ് ഇറാൻ ഇപ്പോൾ കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. ഇറാന്റെ IRGC ഡയറക്റ്റ് ആയി തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് ഈ രാഷ്ട്രങ്ങൾക്ക് നൽകുന്നത്. ഇത് യഥാർത്ഥത്തിൽ അമേരിക്കക്ക് വ്യോമതലങ്ങളിൽ വെച്ച് ഇന്ധനം നിറക്കാനുള്ള സൗകര്യം GCC രാഷ്ട്രങ്ങളിൽ നിന്ന് ലഭിച്ചില്ല എങ്കിൽ യുദ്ധം വലിയ പ്രതിസന്ധിയാകും. കാരണം അമേരിക്കയുടെ യുദ്ധക്കപ്പൽ പോലും, വിമാനവാഹിനി കപ്പലുകൾ പോലും ഇറാനോട് ചേർന്ന ഭാഗത്തേക്ക് അടുപ്പിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അത് ഉണ്ടായാൽ ഇറാൻ ആ കപ്പലുകളെ ആക്രമിക്കും. അതുകൊണ്ട് GCC രാഷ്ട്രങ്ങളെ ഉപയോഗപ്പെടുത്തിയാണ് ഇനി ദൂരെ നിന്ന് ജോർദാനിൽ നിന്ന് അല്ലെങ്കിൽ ഇസ്രായേലിൽ നിന്ന് യുദ്ധവിമാനങ്ങൾ പറന്നുയർന്ന് അതിന് ഇത്തരം ദൂരപരിധി ആക്രമിക്കാൻ സാധിക്കുകയില്ല ഇന്ധനം നിറക്കാതെ. പക്ഷെ അതിന് ഈ ഗൾഫ് രാഷ്ട്രങ്ങളിൽ വെച്ച് ആകാശത്ത് വെച്ച് ഇന്ധനം നിറക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നു. ഇത് അപകടകരമാണ്. അങ്ങനെ നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് ഈ യുദ്ധത്തിന്റെ പങ്കാളികളായി ഞങ്ങൾ കണക്കാക്കും. ഈ രാഷ്ട്രങ്ങളെ ശക്തമായി ഞങ്ങൾ ആക്രമിക്കും എന്നാണ് ഇറാൻ ഇപ്പോൾ പറയുന്നത്. ഇറാൻ ഒരു വലിയ യുദ്ധത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിലകൊള്ളുന്നത്. യുദ്ധം അവസാനിച്ചു എന്നത് ഇറാൻ മനസ്സിലാക്കുന്നില്ല. വലിയ യുദ്ധത്തിന് വേണ്ടി അമേരിക്കയും ഇസ്രായേലും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ യുദ്ധത്തിന് തന്നെയാണ് ഇപ്പോൾ ഇറാനും തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ നമ്മുടെ പ്രേക്ഷകരായ പല ആളുകൾക്കും ഉപകാരപ്പെടാവുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. സൗജന്യമായ ഇംഗ്ലീഷ് പഠനത്തോടൊപ്പം നമ്മുടെ കുട്ടികൾക്കുള്ള മദ്രസ പഠനവും കൂടെ നൽകുന്ന കേരളത്തിലെ ഏക സ്ഥാപനമാണ് ത്വയ്ബ അക്കാദമി. മറ്റുള്ള എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി 2 പ്രത്യേകതകളാണ് ഈ സ്ഥാപനത്തിനുള്ളത്. ഒന്നാമത്തേത്, ഓരോ കുട്ടികളെയും ഇനീഷ്യൽ അസസ്മെന്റ് നടത്തി പ്രത്യേകമായ ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ടാണ് ഈ കുട്ടികളെ പഠിപ്പിക്കുന്നത്. മദ്രസയിലേക്ക് തന്നെ പലപ്പോഴും എൻക്വയറി നടത്തുന്ന സമയത്ത് ചില കുട്ടികൾക്ക് ഖുർആൻ ഓതാൻ അറിയില്ല, വായിക്കാൻ അറിയുന്നില്ല, ക്ലാസ് 4ലോ 5ലോ എത്തിയിട്ടുണ്ട് എന്നൊക്കെ പരാതിപ്പെടുന്ന പല ആളുകളുണ്ട്. അങ്ങനെയുള്ള കുട്ടികളെയെല്ലാം ഇതിലൂടെ നമുക്ക് അസസ്മെന്റ് സെഷൻ നടത്തി ആ കുട്ടിയെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഒരു എഡ്യൂക്കേഷൻ പ്ലാനാണ് മദ്രസ തയ്യാറാക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഫ്രീ ഇംഗ്ലീഷ് ലേണിംഗ്. നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിലാണെങ്കിലും ഏറ്റവും ഉന്നതമായ സ്ഥാനത്തെത്താൻ അവരെ പര്യാപ്തമാക്കുന്ന ഒരു രീതിയാണ് ഈ പ്ലാനിങ്ങിലൂടെ അക്കാദമി തയ്യാറാക്കുന്നത്. കുട്ടികൾക്ക് ഫ്ലുവൻ്റ് ആയി വായിക്കാനും സംസാരിക്കാനും അതോടൊപ്പം ഇംഗ്ലീഷ് ഗ്രാമറുകളെല്ലാം പഠിപ്പിക്കുന്ന രീതിയാണ്, അത്തരത്തിലൊരു സിലബസ് ആണ് ഇതിൽ തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മൾ വിദേശത്തായതുകൊണ്ടോ അല്ലെങ്കിൽ മദ്രസയിൽ പഠിപ്പിക്കാൻ എന്തെങ്കിലും രീതിയിൽ തടസ്സം നേരിടുന്ന ആളുകൾക്കോ ഇതൊരു പക്ഷേ വലിയ ഉപകാരമാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ മദ്രസയോടൊപ്പം തന്നെ അവർക്ക് ഇംഗ്ലീഷും ലഭിക്കുന്നു എന്നതാണ് കേരളത്തിൽ ഓൺലൈൻ രംഗത്ത്, മദ്രസ രംഗത്ത് ഈ സ്ഥാപനത്തിന്റെ മാത്രം പ്രത്യേകത.